ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2023-2024 വർഷത്തെ ഗണിതം അഥവാ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നടന്ന എക്സാമിൻ്റെ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് എഴുതിയ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ അളവ് 40 ഡിഗ്രിയാണ്. ഓക്കെ, 40 ഡിഗ്രിയാണ്. ഒരു ഭാഗം മാത്രമേ നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആകെ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രമേ തന്നിട്ടുള്ളൂ 40 എന്ന്. പക്ഷെ നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ മൊത്തം കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 360 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അത് മൈനസ് ചെയ്താൽ നമുക്ക് 320 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 320 ഡിഗ്രിയാണ്. ഇനി ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വൃത്തം എന്ന് പറയുന്നത് ഇതിൻ്റെ 360 ഡിഗ്രിയാണ് അല്ലേ. 360 ഇതിൻ്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ 360ൻ്റെ 40 ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതാം. അതുമല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 9 എന്നും എഴുതാം. ഇനി സി, ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? 1 മൈനസ് 40 ഡിവൈഡഡ് ബൈ 360. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 320 ഡിവൈഡഡ് ബൈ 360. ഓക്കെ, കാരണം 320 ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാത്തതുള്ളത്, ആകെ 360 ആണുള്ളത്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 9 എന്നോ അല്ലെങ്കിൽ 320 ഡിവൈഡഡ് ബൈ 360 എന്നോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഇവിടെ ഒരു ജ്യാമിതീയ രൂപം കൊടുത്തിട്ടുണ്ട് അല്ലേ. ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ കോൺ BOCയുടെ 2 മടങ്ങാണ് കോൺ DOC എന്ന് പറയുന്നത്. കോൺ BOCയുടെ അഥവാ 36 ഡിഗ്രിയാണ് കോൺ BOC എന്ന് പറയുന്നത്. അതിൻ്റെ 2 മടങ്ങാണ് കോൺ DOC എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി ചോദ്യം, കോൺ DOC എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? ഇവിടെ നമുക്കറിയാം 36 ഡിഗ്രിയുടെ മടങ്ങാണ്, അഥവാ 36 + 36 എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രിയാണ് കോൺ DOCയുടെ അളവ്. ഇനി കോൺ AOEയുടെ അളവ് എത്ര? കോൺ AOEയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 36 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രി. ഇനി സി ചോദ്യം, കോൺ AODയുടെ അളവ് എത്ര? കോൺ AODയുടെ അളവും 72 ആണ്. കാരണം രണ്ടും രേഖീയ ജോഡികളായിട്ട് വരുന്നതാണ്. ഏതിൻ്റെ രേഖീയ ജോഡി? കോൺ DOCയുടെ രേഖീയ ജോഡിയാണ് കോൺ AOD എന്ന് പറയുന്നത്. ഇനി ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 രേഖീയ ജോഡിയുടെ പേര് നിങ്ങൾ എഴുതിയാൽ മതി. മൂന്നാമത്തെ പ്രവർത്തനം, 2021-22 വർഷത്തിൽ മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 900 ആയിരുന്നു. ഇതിൽ 60% പെൺകുട്ടികളും ബാക്കിയുള്ളവർ ആൺകുട്ടികളുമായിരുന്നു. എന്നാൽ ചോദ്യം, ആൺകുട്ടികൾ ആകെയുള്ളതിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ടോട്ടൽ 100% അതിൻ്റെ 60% പെൺകുട്ടികളായി കഴിഞ്ഞാൽ 40% ആൺകുട്ടികളാണ്. അപ്പോൾ അവിടെ 40%. ഇനി പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ 900 കുട്ടികളാണ്. ഇവിടെ 60% പെൺകുട്ടികളാണ്. അപ്പോൾ 900 × 60 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 540 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 540 പെൺകുട്ടികളാണ് അവിടെ ഉള്ളത്. ഇനി 2022-23 വർഷത്തിൽ കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 20% വർദ്ധിച്ചു. 2022-23 വർഷത്തെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം 900 കുട്ടികളാണ്. അതിൻ്റെ 20% വർദ്ധിച്ചത് അല്ലേ. അതിൻ്റെ 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 × 120 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ നമുക്ക് 1080 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ സി ഉത്തരം 1080 ആണ്. ഇനി 2023-24 വർഷം മുൻ വർഷത്തേക്കാൾ 10% കുട്ടികൾ കുറഞ്ഞു. ഇപ്പോഴുള്ള കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേതിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 10% കുറഞ്ഞപ്പോൾ അവിടെ 90% മാറുകയാണ് ചെയ്തത്. അപ്പോൾ D 90%. പ്രവർത്തനം 4, പട്ടികയിലെ ഭിന്നസംഖ്യകളെ 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഛേദമായ ഭിന്നസംഖ്യയായി എഴുതി ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് വരുന്നത്
1/4 നമുക്ക് തുല്യ ഭിന്നമായിട്ട് എങ്ങനെ എഴുതാം? 25 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അതിനെ നമുക്ക് ദശാംശ സംഖ്യയിലേക്ക് മാറ്റുമ്പോൾ 0.375 എന്ന് വരും. 0.25 എന്ന് വരും. 25 ആണ്, അപ്പോൾ 0.25 എന്ന് വരും. ഇനി അടുത്തത് 3 ഡിവൈഡഡ് ബൈ 8 ആണ്. അതിനെ നമുക്ക് 375 ഡിവൈഡഡ് ബൈ 1000 എന്നാക്കാം. 375 ഡിവൈഡഡ് ബൈ 1000 അഥവാ ദശാംശമാകുമ്പോൾ 0.375 എന്ന് വരും. ഇനി അടുത്തത് 7 ഡിവൈഡഡ് ബൈ 25 ആണ്. അതിനെ നമുക്ക് 28 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. 28 ഡിവൈഡഡ് ബൈ 100, അപ്പോൾ അതിൻ്റെ ദശാംശം 0.28 എന്നാവും. ഇനി അടുത്തത് 1 ഡിവൈഡഡ് ബൈ 20 ആണ്. അതിനെ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 0.05 എന്ന് വരും. ഇനി അവസാനത്തേത് നോക്കൂ. അവസാനത്തേത് 3 ഡിവൈഡഡ് ബൈ 5 ആണ്. അത് നമുക്ക് 6 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ദശാംശം 0.6 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, താഴെ തന്നിരിക്കുന്നവയിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ ഘടകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് 18, 8, 16, 13. ഇതിലെ ഒറ്റ സംഖ്യയായ ഘടകം എന്ന് പറയുന്നത് 16 ആണ്. ഇനി 12ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 12ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. ഇനി 20നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. എങ്ങനെ എഴുതാം? 2 × 2 × 5 അല്ലേ? 2 × 2 × 5 എന്ന് പറഞ്ഞാലാണ് 20ൻ്റെ അഭാജ്യ ഘടകമായിട്ട് വരുന്നത്. ഇനി 60നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതി എല്ലാ ഘടകങ്ങളും കണ്ടെത്തുക. എങ്ങനെ എഴുതാം നമുക്ക്? 60നെ നമുക്ക് 2 × 2 × 3 × 5 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഘടകങ്ങൾ പട്ടികപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് 1, 2, 3, 4, 5, 6, 10, 12, 15, 20, 30, 60 ഇതായിരിക്കും അതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഇനി പ്രവർത്തനം 7, സീനയുടെ സ്കൂളിൽ നിന്നും സഹപാഠിക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. UP വിഭാഗം കുട്ടികളിൽ നിന്ന് ലഭിച്ച തുകയെ സൂചിപ്പിക്കുന്ന ബാർ ഡയഗ്രാം താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണ്ട, നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയതാണ്. അപ്പോൾ ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കുറവ് തുക ലഭിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കുറവ് ലഭിച്ചിട്ടുള്ളത് 5Aയിൽ നിന്നാണ്. 5Aയിൽ നിന്നാണ്. ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് ഒരേ തുക ലഭിച്ചിട്ടുള്ളത്? ഒരേ തുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ലഭിച്ചിട്ടുള്ളത് 6Aയിൽ നിന്നും 7Bയിൽ നിന്നുമാണ്. ഇനി 5A 5B ക്ലാസ്സുകളിൽ നിന്ന് ആകെ ലഭിച്ച തുക എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5Aയിൽ നിന്നും 4500 ആണ്. 5Bയിൽ നിന്നും 5000 ആണ്. അപ്പോൾ അവിടെ മൊത്തം ലഭിച്ചിട്ടുള്ളത് 9500 ആണ്. രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. ഡി ചോദ്യം, 6Bയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ എത്ര കൂടുതലാണ് 7Bയിൽ നിന്നും ലഭിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 6Bയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എത്രയാണ്? 6500 ആണ്. അതുപോലെ 7Bയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് 7000 ആണ്. ഓക്കെ, അപ്പോൾ 7000 മൈനസ് 6500, 500 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക. ഒരു ചോദ്യം നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നെങ്കിൽ 6Aയിൽ നിന്നും 6Bയിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് എഴുതിയാൽ മതി. പ്രവർത്തനം 7, സ്കൂളിൽ സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനായി ചില കുട്ടികൾ കൊണ്ടുവന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. പട്ടിക പൂരിപ്പിക്കുക. നീന് തന്നിട്ടുള്ളത് 20ൻ്റെ 2 നോട്ടുകളും 10ൻ്റെ 5 നോട്ടുകളുമാണ്. അപ്പോൾ ആകെ തുക എന്ന് പറയുന്നത് 2 × 20 + 5 × 10 90 ആണ്. റീനു ആണെങ്കിലോ 3ൻ്റെ 20, 3 × 20ഉം അതുപോലെ 10ൻ്റെ 2 നോട്ടുകളാണ്, 2 × 10ഉം. അപ്പോൾ ടോട്ടൽ 80 ആണ് ഉത്തരം വരുന്നത്. റംലയാണെങ്കിൽ 20ൻ്റെ 4 നോട്ടുകളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? 4 × 20 + 10ൻ്റെ 4 നോട്ടുകളും, 4 × 10. അപ്പോൾ എത്രയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്? 4 × 20 അതുപോലെ 4 × 10ഉം. അപ്പോൾ 120 രൂപയാണ് വരുന്നത്. മീരയാണെങ്കിൽ 20ൻ്റെ 1 നോട്ടാണ്. അപ്പോൾ 1 × 20 + 8 × 10. അപ്പോൾ അവിടെ കിട്ടുന്നത് 100 രൂപയാണ്. ഓക്കെ, 100 രൂപയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 20 രൂപ നോട്ടുകളുടെ എണ്ണത്തെ A എന്നും 10 രൂപ നോട്ടുകളുടെ എണ്ണത്തെ B എന്നും ആകെ തുകയെ T എന്നും സൂചിപ്പിച്ചാൽ ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20നെ A എന്ന് കണ്ടെത്തും, 10നെ B എന്നും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് T = 20A + 10B എന്ന് എഴുതാം. T എന്ന് പറയുന്നത് ടോട്ടലാണ്. അപ്പോൾ T എന്ന് പറയുന്നത് T = 20A + 10B.
അടുത്തത് പ്രവർത്തനം 8 ആണ്. ചിത്രത്തിൽ കാണുന്ന പെട്ടിയുടെ വ്യാപ്തം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? 80 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യാപ്തം കണ്ടെത്താൻ അറിയാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇൻറ്റു ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അഥവാ 80 × 40 × 10. അപ്പോൾ നമുക്ക് 32,000 എന്ന് കിട്ടും. 32,000 വ്യാപ്തത്തിൻ്റെ എന്താണ്? ഘന സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 32,000 ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കണം. ഇനി ബി, നീളം 10 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ, ഉയരം 2 സെൻറ്റിമീറ്റർ വീതം അളവുള്ള പരമാവധി എത്ര പെട്ടികൾ ഈ പെട്ടിയിൽ നിന്നും അടുക്കിയെടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ ചെറിയ കട്ടയുടെ വ്യാപ്തമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ്? 10 × 2 × 4. ആദ്യം നമുക്കിതിൻ്റെ വ്യാപ്തം കണ്ടെത്തണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 80 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട വ്യാപ്തം എന്ന് പറയുന്നത് 32,000 ആണ്. അപ്പോൾ 32,000 ഡിവൈഡഡ് ബൈ 80 ചെയ്ത് നോക്കണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 400 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി സി എന്ന് പറയുന്നത് ചിത്രത്തിലെ പെട്ടിയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്രയാകും? ഇത് ചിത്രത്തിലെ പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ എത്ര മടങ്ങാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോന്നും ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്തായിരിക്കും? അവിടെ 160ഉം 80 ഉള്ളത് 160 ആവും, 40 ഉള്ളത് 80 ആവും, 10 ഉള്ളത് 20 ആവും. അഥവാ 160 × 80 × 20. അപ്പോൾ 2,56,000 ഘന സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ എത്ര മടങ്ങായിരിക്കും? 8 മടങ്ങാണ്. ഓക്കെ, 8 മടങ്ങാണ് ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പെട്ടിയുടെ 8 മടങ്ങായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.